യൂട്യൂബ് ഷോയിലെ അശ്ലീല പരാമർശത്തിൽ രൺവീർ അലാബാദിക്ക് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകി സുപ്രീം കോടതി. ഒരേ പരാതിയിൽ ഇനി കൂടുതൽ എഫ്ഐആർ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ രൺവീർ നടത്തിയ പരാമർശങ്ങളെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യ ഗോട്ട് ലേറ്റന്റ് എന്ന ഷോയിലെ അശ്ലീല പരാമർശത്തിന്മേൽ മഹാരാഷ്ട്രയിലും അസമിലും രാജസ്ഥാനിലുമാണ് രൺവീർ അലാബാദിക്കെതിരെ കേസുകളുള്ളത്. എല്ലാ കേസുകളും ഒരുമിച്ചാക്കണമെന്നും അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് രൺവീർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് കോട്ടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയ കോടതി ഇനി കൂടുതൽ എഫ്ഐആറുകൾ പാടില്ലെന്നും നിർദ്ദേശിച്ചു. നിലവിലാകെ 3 കേസുകൾ മാത്രമേയുള്ളൂ എന്നും 100 കണക്കിന് എഫ്ഐആർ ഉള്ളതുപോലെ ഒരു പരിഗണന കിട്ടില്ലെന്നും കോടതി പറഞ്ഞു. അതുകൊണ്ട് എല്ലാ എഫ്ഐആറുകളും ഒന്നാക്കാൻ പറ്റില്ല. പണമുണ്ടെന്ന് വെച്ച് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായി സുപ്രീം കോടതിയിലേക്ക് വരാൻ പാടില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വാദത്തിനിടെ അതിരൂക്ഷ വിമർശനമാണ് രൺവീർ നേരിട്ടത്. പരിപാടിയിൽ ഛർദ്ദിച്ചത് മനസ്സിലെ വൃത്തികേടാണെന്ന് കോടതി പറഞ്ഞു. ഇത് അശ്ലീലമല്ലെങ്കിൽ പിന്നെ അശ്ലീലം എന്താണ്? അച്ഛനമ്മമാർക്കും സഹോദരന്മാർക്കും ഉണ്ടാക്കിയ നാണക്കേടും കോടതി ഓർമ്മിപ്പിച്ചു. പ്രശസ്തിക്ക് വേണ്ടി നിയമത്തിന് മുകളിൽ എന്തും ചെയ്യാമെന്ന് കരുതേണ്ട. വധഭീഷണി ഉണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാമെന്ന് കോടതി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ഹാജരാകാതെ അഭിഭാഷകനെ അയച്ചതിനെയും കോടതി വിമർശിച്ചു. രാജ്യം വിടരുതെന്നും തൽക്കാലത്തേക്ക് യൂട്യൂബ് ഷോകൾ പാടില്ലെന്നും നിബന്ധനയിൽ പറയുന്നു. 24 മുംബൈ.